നമസ്കാരം, സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. അർജുൻ അശോകൻ, അനഘ നാരായണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അൻപോട് കൺമണി തിയേറ്ററിലെത്തി. മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. നവദമ്പതികളായ നകുലനെയും ശാലിനിയെയും അവരുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന അനാവശ്യ പ്രതീക്ഷകളുമാണ് ചിത്രത്തിൽ ചർച്ച ചെയ്യുന്നത്. വളരെ മികച്ചൊരു സാമൂഹിക വിഷയത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നകുലനായി വേഷമിടുന്നത് അർജുൻ അശോകനും ശാലിനിയായി എത്തുന്നത് അനഘ നാരായണനുമാണ്. അനീഷ് കൊടുവള്ളിയാണ് ചിത്രത്തിന്റെ കഥ രചിച്ചിരിക്കുന്നത്. സാമുവൽ എബി, രഞ്ജിത്ത് മേലേപ്പാട്ട് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പൃഥ്വിരാജ് സുകുമാരന്റെ മൂന്നാമത്തെ സംവിധാന ചിത്രമായ എമ്പുരാന്റെ ടീസർ റിലീസ് ഉടൻ ഉണ്ടാകും. ജനുവരി 26 ഞായറാഴ്ച വൈകിട്ട് 7:07 ടീസർ എത്തുന്നത്. മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ എമ്പുരാൻ മോഹൻലാലിനെ നായകനാക്കിയുള്ള പൃഥ്വിരാജ് സുകുമാരന്റെ ആദ്യ സംവിധാന ചിത്രമായ ലൂസിഫറിന്റെ തുടർച്ചയാണ്. പൊടി പറത്തിക്കൊണ്ടടുക്കുന്ന ഒരു ബെൻസ് ജി വാഗനാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ബെൻസ് ജി വാഗനുള്ളിൽ വന്നിറങ്ങുന്നത് എബ്രഹാം ഖുറേഷി ആയിരിക്കുമോ എന്ന കണക്കുകൂട്ടലുകളും ഊഹാപോഹങ്ങളുമാണ് ആരാധകർ നടത്തുന്നത്. വൻ വിജയമായ ലൂസിഫറിന് പിന്നാലെ 2019 എമ്പുരാന്റെ പ്രഖ്യാപനമുണ്ടായത്. 2023 ഒക്ടോബറോട് കൂടി ആരംഭിച്ച ചിത്രീകരണത്തിന് UK, US, റഷ്യ എന്നിങ്ങനെ പ്രധാന ലൊക്കേഷനുകൾ ഉൾപ്പെടെ 20ഓളം രാജ്യങ്ങൾ ലൊക്കേഷനുകളായിട്ടുണ്ട്. ഡിവൈൻ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന അന്നമ്മേ പിള്ളേരും എന്ന ചിത്രത്തിന്റെ പൂജ നടന്നു. നീലാംബരി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ തിരക്കഥാകൃത്ത് ഹരിപ്പാട് ഹരലാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. മനോജ് മണി ചിത്രം സംവിധാനം ചെയ്യുന്നു. വിനോദ് ഐസക്, സാജു തുരുത്തിക്കുന്നേൽ എന്നിവരാണ് നിർമ്മാതാക്കൾ. DOP റോണി ശശിധരനാണ് ചിത്രത്തിന്റെ പ്രൊജക്ട് ഡിസൈനർ. അലൻസിയർ, പൊന്നമ്മ ബാബു, മേഘ്ന, അൽസാബിദ്, അജാസ് തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൊടുപുഴ പീരുമേട് പരിസര പ്രദേശങ്ങളിൽ ഫെബ്രുവരി മാസം ചിത്രീകരണം ആരംഭിക്കുന്നു. അനുപമ പരമേശ്വരനും ദർശന രാജേന്ദ്രനും പ്രധാന വേഷങ്ങളിലെത്തുന്ന തെലുങ്ക് ചിത്രം പർദയുടെ ടീസർ റിലീസ് ചെയ്തു. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുടെ കഥ പറയുന്നതാകും സിനിമയെന്നാണ് ടീസർ നൽകുന്ന സൂചന. പർദ ഇൻ ദി നെയിം ഓഫ് ലവ് എന്നാണ് ചിത്രത്തിന്റെ പൂർണ്ണമായ പേര്. പ്രവീൺ കന്ദ്രേഗുല സംവിധാനം ചെയ്യുന്ന ചിത്രം ആനന്ദ മീഡിയയുടെ ആദ്യ തെലുങ്ക് നിർമ്മാണ സംരംഭം കൂടിയാണ്. പർദയിൽ സംഗീതയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ദർശനയുടെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണിത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ പൂർത്തിയായിരുന്നു. ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഗ്രാമീണ പ്രദേശങ്ങൾ എന്നിവ പ്രധാന ലൊക്കേഷനുകളാകുന്നുണ്ട്. 97ാമത് ഓസ്കാർ നോമിനേഷന്റെ പ്രഥമ പട്ടികയിൽ നിന്നും ആടുജീവിതം, ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ്, കങ്കുവ എന്നീ ചിത്രങ്ങൾ പുറത്തായി. ഗുനീത് മോംഗ, പ്രിയങ്ക ചോപ്ര എന്നിവർ ചേർന്ന് നിർമ്മിച്ച് ആഡം ജെ ഗ്രേവ്സ് സംവിധാനം ചെയ്ത നെറ്റ്ഫ്ലിക്സ് ഹ്രസ്വചിത്രം അനൂജ ഓസ്കാർ നോമിനേഷനിലേക്കുള്ള പട്ടികയിൽ ഇടം നേടി. ഓസ്കാർ നോമിനേഷനിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ ചിത്രമാണ് അനൂജ. ലോസ് ഏഞ്ചൽസിലെ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് അധികൃതർ 24 വിഭാഗങ്ങളിലേക്കുള്ള നോമിനേഷനാണ് പുറത്തുവിട്ടത്. ലൈവ് ആക്ഷൻ ഹ്രസ്വചിത്ര വിഭാഗത്തിലാണ് ചിത്രം ഇടം നേടിയിരിക്കുന്നത്. നോമിനേഷനുകളിൽ മുന്നിൽ നിൽക്കുന്നത് ഫ്രഞ്ച് സിനിമയായ എമിലിയ പെരസ് ആണ്. 13 നോമിനേഷനുകളാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്.